ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂലൈ മാസ ഫലമാണ്. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു മാസമാണ് ഈ ജൂലൈ മാസം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ്റെയും അതുപോലെ തന്നെ ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ്റെയും ഒക്കെ സ്ഥിതി വളരെ അനുകൂലമാണ്. വ്യാഴത്തിൻ്റെ ആനുകൂല്യം നല്ലതുപോലെ ഉള്ള ഒരു സന്ദർഭമാണ്. കണ്ടകശനിയൊക്കെ ഉണ്ട്. അത് ബലം കുറഞ്ഞു വരും, ദോഷങ്ങൾ കുറഞ്ഞു വരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ ഏറ്റവും സാഹസികമായ ജോലികൾ ചെയ്യുന്നവരും ഡ്രൈവ് ചെയ്യുന്നവർ യുവാക്കളായാലും യുവതികളായാലും ഒക്കെ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ജാഗ്രതയോടുകൂടി ഒക്കെ വേണം കൈകാര്യം ചെയ്യുവാൻ. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഒരു പുരോഗതി വന്നിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഏറ്റവും ദൈവാനുകൂല്യമുള്ള ഒരു മാസമാണ്. ധനമേന്മ വന്നിച്ച് അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. ഒരു ഭൂമിയൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്കോ വിൽക്കണമെന്ന് വിചാരിക്കുന്നവർക്കോ അത് സാധിക്കുന്ന സമയം. ഉദ്ദേശത്തിൽ കൂടുതൽ ധനം വന്നു ചേർന്ന് ലാഭം കിട്ടുന്നതിന് വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സാധിക്കും. തൊഴിൽ രംഗത്ത് ഒരു സ്ഥാനചലനം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ട്രാൻസ്ഫർ വന്നു ചേരുന്നതിനൊക്കെ ഈ മാസം യോഗമുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു സമയമാണ്. ഇപ്പം തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു യോഗമാണല്ലോ, അത് കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. അത് കാര്യമെന്താണെന്ന് ചോദിച്ചാൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണേലും അല്ലാത്തവരാണേലും മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും മോശമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ധനം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്ന കാര്യത്തിലായാലും ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിലായാലും എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുമ്പോഴും അത് വളരെ നല്ലതാണ്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണേലും മുൻനിരയിലേക്ക് വന്ന് പ്രവർത്തിക്കുവാൻ, സാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുവാൻ, അങ്ങനെ പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഒക്കെ ഉള്ള ഒരു അവസരം വന്നു ചേരും. അത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സ് ജോലി ചെയ്യുന്നവരായാലും ഒക്കെ അതിന് യോഗമുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും കാർഷിക രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ അതിന് യോഗമുണ്ട്. വിദേശത്തുള്ളവർക്കും വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്ന കാലമാണ്. പ്രവർത്തനം രഹിതമായിട്ട് കിടക്കുന്ന സ്ഥാപനങ്ങൾ പുനരാരംഭിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ യോഗമുണ്ട്. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവരെ, കെട്ടിടം പണി ആരംഭിച്ചിട്ട് പാതി വഴിക്ക് നിന്ന് പോയിട്ട് ഉള്ള വർക്കുകൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് വിഭാഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്തിട്ട് കടയൊക്കെ പ്രവർത്തനം ഇല്ലാതെ കിടക്കുന്നവർക്ക് പുനരാരംഭിച്ച്
അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പേപ്പറുകൾ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിനുള്ള പേപ്പറുകളൊക്കെ കിട്ടുന്നതിന് ഒരു അംഗീകാരം ലഭിക്കുന്നതിന് ഒക്കെ യോഗം, അത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനും ഒക്കെ ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. പ്രധാനമായിട്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.